ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ചന്ദ്രിക സിദ്ധു കൊടുത്ത ഡിസൈൻസ് വരച്ചു നോക്കുകയാണ്. അതായത് ആ ഡിസൈൻ വരക്കാണ്. അപ്പോൾ ഗീത വിളിക്കുകയാണ്. ചന്ദ്രിക വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗീത ഒരല്പസമയം നോക്കിക്കൊണ്ട് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ചന്ദ്രികയെ, പുതിയ ഡിസൈൻസ് ആണോ? അതേ ഗീത, സിദ്ധു സാർ വരക്കാൻ തന്ന പുതിയ ഡിസൈൻസാണിത്. സിദ്ധാർത്ഥ് സാർ പറഞ്ഞിരിക്കുക 2 ദിവസത്തിനകം ഇത് ക്ലയൻസിന് പ്രസൻറ്റ് ചെയ്യണമെന്ന്. അതാണ് പുതിയ ഡിസൈൻസൊക്കെ ഞാൻ വരച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് ലൈറ്റായിട്ടേ വീട്ടിൽ പോകുന്നുള്ളൂ? അതേ ഗീത. മേഘയും ഒരു ഡിസൈൻസ് വരച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് സിസ്റ്റത്തിൽ തന്നെയാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോന്നും വരച്ച് അത് യോജിപ്പിച്ച് കൊണ്ടിരിക്കുകയാണ്. മേഘ വരക്കുന്നതിനിടയിൽ ചിന്തിക്കുകയാണ്, ഞാൻ വരയ്ക്കുന്ന ഡിസൈൻ തന്നെ ക്ലയൻസ് അപ്രൂവ് ചെയ്യണം. ഇതിൽ ഞാൻ തോറ്റുപോയാൽ ചന്ദ്രികയോട് തോറ്റതുപോലെയായിരിക്കും. പിന്നെ സിദ്ധുവും അച്ഛനും എനിക്കൊന്നും അറിയില്ല എന്ന് വിചാരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഡിസൈൻ പെർഫെക്റ്റായി വർക്ക് ചെയ്ത് സിദ്ധു മനസ്സിൽ വിചാരിച്ചത് നടക്കാതെ ആയിരിക്കണം. ചന്ദ്രിക നല്ല ഡിസൈനായിട്ട് മോഡലായിട്ട് വരച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഗീത പറയാണ്, ചന്ദ്രികയെ ഞാൻ ഇറങ്ങാണേ. ശരി ഗീത, നീ പോയിക്കോ. 2 പേരും ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രിക ഇപ്പുറത്തുനിന്ന് അവളെ ക്യാബിനിൽ നിന്നും മേഘ അവിടെ നിന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 പേരും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് മേഘ വന്നിട്ട് ചന്ദ്രികയോട് ചോദിക്കുകയാണ്, എന്താ ചന്ദ്രിക, മണി 10 നീ വീട്ടിലേക്ക് പോകുന്നില്ലേ? ഇല്ല മേഘ, സാറ് പറഞ്ഞ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഡിസൈൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓ, ഡിസൈൻസ് വർക്ക് ചെയ്യാണോ? ചെയ്തോ. നീ വരക്കുന്ന ഡിസൈൻസ് എങ്ങനെയാണ് ക്ലയൻറ്റിന് സബ്മിറ്റ് ചെയ്യാം എന്ന് ഞാനൊന്ന് നോക്കട്ടെ. മനസ്സിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചതിന് ശേഷം മേഘ ചോദിക്കുകയാണ്, ചന്ദ്രികയെ ഞാൻ വീട്ടിലേക്ക് പോവാം, നീ വരുന്നുണ്ടോ? എന്നാൽ ശരി മേഘ, ഞാനും കൂടെ വീട്ടിലേക്ക് വരാം. ചന്ദ്രിക പിന്നെ വരച്ച് ഡിസൈൻസൊക്കെ കുറേ പേജ് പേപ്പറൊക്കെ എടുത്ത് മടക്കി റെഡിയാക്കി അവിടുത്തെ മേശയിൽ തന്നെ വെക്കുകയാണ്. ആ സമയം കൊണ്ട് മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ്, വരച്ച ഡിസൈൻസ് ഇവിടെയാണോ വെക്കുന്നത്? പെട്ടെന്ന് തന്നെ ചന്ദ്രിക റെഡിയായി. പോകാമോ? വാ. പിന്നെ ഇതാ രാവിലെ ആയ സമയത്ത് ചന്ദ്രിക വീട്ടിൽ നിന്നും ഓരോരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലർ അവിടെ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ചന്ദ്രികയുടെ മുറ്റത്ത് ഒരു വണ്ടി വന്ന് നിന്നത്. അപ്പോൾ അതിൽ നിന്ന് സാധനങ്ങളൊക്കെ ഇറക്കി വെക്കുകയാണ്. ചന്ദ്രിക അത്ഭുതത്തോടെ നോക്കുകയാണ്. എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ പറയാണ്, സാധനങ്ങളൊക്കെ റെഡിക്ക് എടുത്തു വെക്കണേടാ എന്നൊക്കെ പറയാണ്. അപ്പോൾ അവരുടെ അടുത്തേക്ക് വന്നിട്ട് ചന്ദ്രിക ചോദിക്കുകയാണ്, എന്താ ഏട്ടാ ഇത്, ഇവിടെ എന്താ കൊണ്ടുവന്നിട്ട് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീന്, മറ്റുള്ള പല സാധനങ്ങളും ഇറക്കുന്നത്? അപ്പോൾ അതിലുള്ളയാൾ പറയാണ്, മഹേന്ദ്രൻ സാറാണ് ഇവിടെ എല്ലാം ഇറക്കാൻ പറഞ്ഞത്. മഹേന്ദ്രൻ സാറും ലക്ഷ്മി മേഡവും വന്ന് നിന്ന് നോക്കുന്നുണ്ട് ഇറക്കുന്നതൊക്കെ. ചന്ദ്രിക അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, മഹേന്ദ്രൻ സാർ പറഞ്ഞെന്നോ? അത് മഹേന്ദ്രൻ സാറിൻ്റെ വീട്ടിൽ ഇറക്കാനായിരിക്കും പറഞ്ഞത്. നിങ്ങൾക്ക് മാറിപ്പോയതായിരിക്കും, അതാ ഇവിടെ ഇറക്കുന്നത്. ഇല്ല മേഡം, ഇവിടെ തന്നെയാണ് കൊണ്ടുവന്ന് ഇറക്കാൻ പറഞ്ഞത്. ആയിരിക്കില്ല ചേട്ടാ, ഈ സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിച്ചിട്ടേ ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ ഇവിടെ ഇറക്കാൻ പറയാ? ചേട്ടൻ എന്തായാലും നിൽക്ക്, ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. ശരി മേഡം, ചോദിച്ചിട്ട് വാ. ചന്ദ്രിക പിന്നെ സിദ്ധാർത്ഥ് സാറിൻ്റെ അടുത്ത് വന്നിട്ട് മഹേന്ദ്രൻ സാറിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, സാറേ, സാറാണോ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീന് അതൊക്കെ അവിടെ ഇറക്കാൻ വേണ്ടി അവരോട് പറഞ്ഞത്? അതെ ചന്ദ്രികയെ. അല്ല, എന്തിനാ സാറേ അവിടെ ഇറക്കാൻ പറഞ്ഞേ? നിൻ്റെ വീട്ടിൽ ഇറക്കിയാൽ ഇതെല്ലാം നിനക്ക് വേണ്ടി വാങ്ങിച്ചത് എന്നല്ലേ അർത്ഥം? എന്താ സാറേ ഈ പറയുന്നത്? എനിക്ക് വേണ്ടിയാണോ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഇതൊക്കെ വാങ്ങിച്ചത്? ഞാൻ ഇതൊക്കെ വേണമെന്ന് പറഞ്ഞില്ലല്ലോ സാർ. നീ ചോദിച്ചാലേ ഇതൊക്കെ നിനക്ക് വാങ്ങിത്തരാൻ പാടുള്ളൂ? അതല്ല സാർ, ഇതൊന്നും എനിക്ക് ആവശ്യമില്ലാത്തതാ. ഇതൊന്നും ഉപയോഗിക്കാനുള്ള യോഗ്യത എനിക്കില്ല സാർ. അപ്പോൾ മഹേന്ദ്ര സാർ പറയാണ്, യോഗ്യത നമ്മളെ തേടി വരുന്നതല്ല, അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതാ. അപ്പോൾ ലക്ഷ്മിയമ്മ പറയാണ്, ചന്ദ്രികയെ, ഇനി എത്ര നാളെന്ന് വെച്ചാൽ നീ ഗ്രൈൻഡർ പോലും ഇല്ലാതെ കൈകൊണ്ട് മാവ് അരക്കുന്നത്? ഒരു ഗ്രൈൻഡർ ഉണ്ടായിരുന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ നിൻ്റെ ജോലി തീരുമല്ലോ. പിന്നെ ഒരു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നാൽ നീ വാങ്ങിക്കുന്ന പച്ചക്കറിയൊക്കെ കേടുകൂടാതെ നിനക്ക് ഇവിടെ സൂക്ഷിക്കാം. TV ഉണ്ടായിരുന്നാൽ മലറിന് കാർട്ടൂണൊക്കെ അതും കാണാം. നിനക്കും സീരിയലും സിനിമയും ഒക്കെ കാണാം ചന്ദ്രികയെ. ഇതൊന്നും ഇല്ലാതെയല്ല അമ്മേ ഇപ്പോഴും ജീവിക്കുന്നേ. ഇതുവരെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് എന്തിനാ അമ്മ ഇത്രയും ആർഭാട സാധനങ്ങളൊക്കെ? ലക്ഷ്മി അമ്മ. അപ്പോൾ പിന്നെ ചന്ദ്രിക പറയാണ്, സാറേ, ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട സാറേ. എന്നാൽ ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കാനുള്ള കാശും എൻ്റെ കയ്യിലില്ല.
അപ്പോൾ മഹേന്ദ്ര സാർ പറയാണ്, ചന്ദ്രികയെ ഈ സാധനങ്ങൾക്കൊന്നും നീ പണം തരണ്ട, ഇതിനുള്ള പണം നമ്മുടെ കമ്പനി തന്നെ കൊടുത്തോളും. നിനക്ക് മാത്രമല്ല ചന്ദ്രികയെ, ഇത് നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ചെയ്തു കൊടുക്കുന്ന കാര്യമാണിത്. നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും സ്വന്തം കുടുംബാംഗങ്ങളെ പോലെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ലക്ഷ്മി അമ്മയും കൂടി പറയാണ്, അതുകൊണ്ടാണ് നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആരും കമ്പനി വിട്ട് പുറത്തു പോവാത്തത്. സാറ് പറയുന്നതൊക്കെ ശരിയായിരിക്കും, പക്ഷേ ഇതൊന്നും എനിക്ക് വേണ്ട സാർ. മലർ, മോൾക്ക് ടി വി വേണോ വേണ്ടയോ? വേണം മുത്തശ്ശ. കണ്ടില്ലേ ചന്ദ്രികയെ, മലറിന് ടി വി വേണമെന്ന്. ഒരുപാട് ഐസ്ക്രീം വാങ്ങിച്ചാൽ അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കണോ വേണ്ടയോ? കഴിക്കണം മുത്തശ്ശ. മലറിന് ഫ്രിഡ്ജും ആവശ്യമുണ്ട്. നോക്ക്, ഇനി അമ്മ ഗ്രൈൻഡറിൽ മാവരക്കണോ അല്ലെങ്കിൽ അമ്മ കഷ്ടപ്പെട്ട് കൈകൊണ്ട് മാവരക്കണോ? വേണ്ട മുത്തശ്ശ, അമ്മ കഷ്ടപ്പെടാതെ വിഷമിക്കാതെ ജോലി ചെയ്യണം മുത്തശ്ശ. അപ്പോൾ എന്തായാലും ഗ്രൈൻഡർ വേണമല്ലോ. വേണം മുത്തശ്ശ. അപ്പോൾ ചന്ദ്രിക, എന്താ സാറേ ഇത്? കൊച്ചു കുട്ടികളോട് ചോദിച്ചാൽ അവർ അങ്ങനെയല്ലേ പറയൂ? നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും മലറിന് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ചന്ദ്രികയെ, നീ ഇതൊക്കെ വാങ്ങിയേ പറ്റൂ. ഒന്ന് പോ സാറേ. സാർ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നേയില്ല. ചന്ദ്രിക പറയാണ്, നിങ്ങളെ സ്നേഹത്തിന് ഒരളവില്ലാതെ പോവാ. ശരി, വാ പോയി നോക്കാം. വരൂ. സാറേ, സാധനങ്ങളൊക്കെ ഇറക്കണോ? എന്താ നിങ്ങൾ നോക്കി നിൽക്കുന്നത്? സാധനങ്ങളൊക്കെ ഇറക്കി വെക്ക്. ഒക്കെ വീടിനകത്ത് കൊണ്ടുപോയി ശരിയായ സ്ഥാനത്ത് വെക്ക്. ശരി സാർ, ശരി സാർ, ഇപ്പോൾ തന്നെ ചെയ്യാം. അയ്യോ അമ്മേ, ഒന്ന് പറ അമ്മേ. അങ്ങനെ അവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇറക്കി വെക്കുന്നതാണ് മുത്തശ്ശി വരുമ്പോൾ കാണുന്നത്. അപ്പോൾ മാലതി മുത്തശ്ശി, അപ്പോൾ അവർ ചോദിക്കുകയാണ്, അയ്യോ 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 എന്ന് പറഞ്ഞ് അവർ സ്വയം വിലപിക്കുകയാണ്. എന്താ ഇത്? ചന്ദ്രികയുടെ വീട്ടിലേക്ക് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീന്, ഗ്രൈൻഡർ എല്ലാം കൊണ്ടുപോയി കൊടുക്കുന്നു. മാലതി മുത്തശ്ശി വേഗം തന്നെ മേഘയുടെ അടുത്തേക്ക് ഓടിപ്പോവുകയാണ്. എന്നിട്ട് മേഘയോട് പറയാണ്, ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ് മേഘ. അപ്പോൾ പറയാണ്, ഇതാണോ ഇപ്പോൾ വലിയ അത്യാവശ്യം? ഒന്ന് അങ്ങോട്ട് പോയി നോക്ക്. എന്താ മുത്തശ്ശി, എന്താ? വന്ന് നോക്ക് എന്ന് പറഞ്ഞ് മുത്തശ്ശി വലിച്ചു കൊണ്ടുപോവാണ്. നോക്ക്. എന്താ മുത്തശ്ശി ഇതൊക്കെ? മേഘ ചോദിക്കുക. അപ്പോൾ മുത്തശ്ശി, ചന്ദ്രിക കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് നിൻ്റെ അച്ഛൻ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡർ ഒക്കെ അവിടെ കൊണ്ടുപോയി ഇറക്കി കൊടുക്കുക. ഇവിടെ എന്താ നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. അല്ല മേഘ, ചന്ദ്രികയാണ് യഥാർത്ഥ മകൾ എന്ന് അവർക്ക് ചിലപ്പോൾ മനസ്സിലായി കാണുമോ? ഇല്ല മുത്തശ്ശി, അച്ഛൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാ വീട്ടിലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ അച്ഛൻ ചന്ദ്രികയ്ക്കും വാങ്ങിക്കൊടുത്തതാ. അങ്ങനെയൊക്കെയാണ് മുത്തശ്ശി കാര്യം. അപ്പോൾ മുത്തശ്ശി പറയാണ്, എനിക്കെന്തോ കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് എന്ന് അമർത്തി മൂളിയതിന് ശേഷം മുത്തശ്ശി അവിടെ നിന്ന് പോയി. പിന്നെ ലക്ഷ്മി മേഡം മലറിനോട് പറയാണ്, മലറിന് ഇനി സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ടൈം കാർട്ടൂണുകളൊക്കെ കാണാം കേട്ടോ. ശരി, എല്ലാം ഇറക്കി കഴിഞ്ഞല്ലോ, നിങ്ങൾ പോയിക്കോളൂ. ശരി സാർ, കാണാം. ശരി ഏട്ടാ, വാ ചന്ദ്രികയെ വാ. ചന്ദ്രികയും മലരും ലക്ഷ്മിയും മഹേന്ദ്ര സാറും ഒക്കെ പിന്നെ വീട്ടിനകത്തേക്ക് കയറി നോക്കുകയാണ്. ടി വി, അമ്മേ പുതിയ ഫ്രിഡ്ജ്, ഇതൊക്കെ നോക്കി ആസ്വദിക്കുകയാണ് മലർ. പിന്നെ മലർ പോയി വാഷിംഗ് മെഷീൻ ഒന്ന് അപ്പുറം ഇപ്പുറമൊക്കെ നോക്കിയതിന് ശേഷം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ മുത്തശ്ശീൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ഇത് എന്താണ് മുത്തശ്ശി? അത് തുണി അലക്കാനുള്ള വാഷിംഗ് മെഷീനാണ് മോളെ എന്ന് ചന്ദ്ര. മുത്തശ്ശൻ പ്രത്യേകം ചോദിക്കുകയാണ്, മലർ മോൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടോ? എല്ലാം ഇഷ്ടപ്പെട്ടു മുത്തശ്ശ. പക്ഷേ ആ ഫ്രിഡ്ജിൽ ഐസ്ക്രീം ഇല്ലല്ലോ. ആ ഫ്രിഡ്ജ് തന്നയാൾ ഐസ്ക്രീം വെക്കാൻ മറന്നുപോയെന്ന് തോന്നുന്നു. ഇപ്പോൾ നിനക്ക് ഐസ്ക്രീം കിട്ടിയാൽ പോരെ? മുത്തശ്ശി കൊണ്ടുവന്ന് തരും. അപ്പോൾ ചന്ദ്രിക, ലക്ഷ്മി, നമ്മുടെ ഫ്രിഡ്ജിലുള്ള ഐസ്ക്രീമുകളെല്ലാം ഇവിടുത്തെ ഈ ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെക്കണം. മലറിന് ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് കഴിച്ചോട്ടെ. ശരി ഏട്ടാ, ഞാൻ കൊണ്ടുവന്ന് വെച്ചേക്കാം. അന്നേരം ആ സമയത്ത് മഹേന്ദ്രൻ സാറ് ചിരിച്ചു കൊണ്ടുപോവാണ്. പിന്നെ ചന്ദ്രിക പറയാണ്, ഈ സാധനങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ അടുത്ത് വരുമെന്ന് ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല സാർ. ഞാൻ കഷ്ടപ്പെടരുത് എന്ന് കരുതി നിങ്ങൾ എനിക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യാണ്. ഇതിനൊക്കെ എങ്ങനെയാ നന്ദി പറയേണ്ടത് എന്നെനിക്കറിയില്ല. പക്ഷേ ഒന്നുണ്ട് സാർ, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത് ഞാൻ കണ്ണടക്കും. അത് മാത്രം ഇപ്പോൾ എൻ്റെ ആഗ്രഹം. എന്തിനാ ചന്ദ്രികയെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ശരി ചന്ദ്രികയെ,
പച്ചക്കറികളെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്ക്. അഴുക്ക് തുണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാഷിംഗ് മെഷീനിലിട്ട് നനയ്ക്ക്. ശരി മലർ, ഞാൻ പോയി ഐസ്ക്രീം എടുത്തിട്ട് വരാം. ശരി മുത്തശ്ശി. ശരി ചന്ദ്രികെ, ഞാനും ഇറങ്ങുന്നു. ബായ്. ബായ് ബായ് മുത്തശ്ശ. പിന്നെ ചന്ദ്രിക കൊണ്ടുവന്ന് വെച്ച സാധനങ്ങളൊക്കെ നോക്കുകയാണ്. വാഷിംഗ് മെഷീനും ഗ്രൈൻഡറും ഒക്കെ നോക്കി കാണുകയാണ് എല്ലാ കാര്യങ്ങളും. എക്സ്ക്യൂസ് മീ മാഡം. യെസ് മാഡം, ക്ലയൻസൊക്കെ വന്നിട്ടുണ്ട്. സിദ്ധാർത്ഥ് സാറ് മേഡത്തോടും ചന്ദ്രികയോടും ഡിസൈൻസുകളുമായിട്ട് വരാൻ പറഞ്ഞു. ശരി, നീ പോയിക്കോളൂ, ഞാനും ചന്ദ്രികയും വന്നേക്കാം. ആ ആ ഓക്കെ മാം. മേഘ ഡിസൈൻസുകളൊക്കെ എടുത്ത് പുറത്തിറങ്ങുകയാണ്. അപ്പോൾ ഗീത ചന്ദ്രികയോട് ചോദിക്കുകയാണ്, ചന്ദ്രിക, നമുക്ക് ഒരു ചായ കുടിക്കാൻ പോയാലോ? എനിക്ക് വേണ്ട, നീ പോയി കുടിച്ചിട്ട് വന്നോ. ആ എന്നാൽ ഓക്കെ. പിന്നെ മേഘ മേഡം വന്ന് വിളിക്കുകയാണ്, ചന്ദ്രികയെ. ആ എന്താ മേഡം? അത് ചന്ദ്രികയെ, മലരും പ്രിയയും പഠിക്കുന്ന സ്കൂളിൽ ഫയർ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു. ആ മേഡം, മേഘ എന്തായി പറയുന്നേ? അത് ഇന്ന് പ്രിയയും ഞാൻ സ്കൂൾ വിട്ടിട്ടില്ല. മലർ മാത്രമാണല്ലോ പോയത്. നീ പോയി ഒന്ന് മലറിന് എന്ത് പറ്റിയെന്ന് അന്വേഷിച്ച് കൂട്ടിക്കൊണ്ടുവാ. ആ എന്താ മേഘ ഇത്? നീ പേടിക്കണ്ട, പേടിക്കാൻ മാത്രമൊന്നും ഉണ്ടാവില്ല. ആർക്കും കാര്യമായിട്ട് അപകടമൊന്നും പറ്റിയിട്ടില്ല എന്നാ പറഞ്ഞത്. എന്തായാലും നീ പോയി മലറിനെ കൂട്ടിക്കൊണ്ടുവാ. ഈശ്വര, എൻ്റെ മോൾ മലറിന് എന്ത് പറ്റി എന്നറിയില്ലല്ലോ. മേഘ, സിദ്ധാർത്ഥ് സാറ് ചോദിക്കുകയാണെങ്കിൽ കാര്യം പറയണേ. ഞാൻ പോയി മലറിനെ കൂട്ടിക്കൊണ്ടുവരാം. അതൊക്കെ ഞാൻ പറഞ്ഞോളാം, നീ പേടിക്കണ്ട, നീ പോയിട്ട് വാ. ശരി, ഞാൻ പോവുകയാണെന്നാണ് ചന്ദ്രിക ഓടുകയാണ്. ചന്ദ്രികയെ പുറത്തയച്ചിട്ട് മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ്, ചന്ദ്രികയെ, നീ എന്നോട് മത്സരിക്കാനോ? ഞാൻ ഇനി അതിന് വിടുവോ? കഷ്ടപ്പെട്ട് നീ വരച്ച ഡിസൈൻസ് ഒന്നും ക്ലയൻസിൽ നിന്ന് പ്രസൻറ്റ് ചെയ്യാൻ നിനക്ക് പറ്റില്ല. നീ പോയിക്കോ. ചന്ദ്രിക ഒരു ഓട്ടോയിൽ കയറിയിട്ട് പോവുകയാണ്. എന്നിട്ട് പറയാണ്, ചേട്ടാ ഒന്ന് കുറച്ച് സ്പീഡിൽ പോവോ? മേഘ പിന്നെ അവൾ വരച്ച ഡിസൈനുമായിട്ട് ക്ലയൻസിൻ്റെ അടുത്ത് പോവുകയാണ്. അപ്പോൾ ഹായ് മാഡം. സിദ്ധു പറയാണ്, മേഘ ഇരിക്കേ. അപ്പോഴാണ് സിദ്ധു ചോദിക്കുന്നത്, ചന്ദ്രിക വന്നില്ലേ? അപ്പോൾ മേഘ ചോദിക്കുകയാണ്, ചന്ദ്രികയോ? അത് അവളുടെ സീറ്റിൽ ഇല്ലല്ലോ. സിദ്ധു പരിഭ്രാന്തനായി നിൽക്കുകയാണ്. അപ്പോൾ മേഘ അത് കണ്ട് ആസ്വദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ സിദ്ധു ഫോണെടുത്ത് വിളിക്കുകയാണ് ചന്ദ്രികയെ. ഫോൺ വിളിച്ചപ്പോൾ പറയുന്നതോ, താങ്കൾ വിളിച്ച വ്യക്തി താൽക്കാലികമായി സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണെന്ന്. മേഘ പിന്നെ ഒന്നും അറിയാത്ത പാപത്തിൽ ചോദിക്കുകയാണ്, എന്തു പറ്റി സിദ്ധു? ചന്ദ്രികയുടെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നു. സിദ്ധു വല്ലാത്ത ആശയക്കുഴപ്പത്തിലായി. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. മേഘ പിന്നെ ചന്ദ്രിക ഇല്ലാത്തത് കൊണ്ട് മേഘ വരച്ച ഡിസൈൻസൊക്കെ അവർക്ക് പ്രസൻറ്റ് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ അവർ പറയാണ്, ഒരു കാര്യം പറയാം, നിങ്ങൾ വരച്ച ഒരു ഡിസൈൻസും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തെങ്കിലും ഡിസൈൻസ് ഉണ്ടോ? അവർ ചോദിക്കുകയാണ്. അപ്പോൾ സിദ്ധു അപ്പുറത്തേക്ക് പോയിട്ട് പറയാണ്, ചന്ദ്രിക എവിടെ പ്രിയ? അറിയില്ല സാർ, പുറത്തെവിടെയോ പോയിട്ടാണുള്ളതെന്ന് തോന്നുന്നു. ഇന്ന് ക്ലയൻസ് വരും, അത് അപ്രൂവ് ചെയ്ത് അവർക്ക് കാണിക്കണം എന്ന് പറഞ്ഞതാണല്ലോ. അപ്പോൾ ചന്ദ്രിക എവിടെ പോയി എന്ന് സിദ്ധു ആലോചിക്കുക. ചന്ദ്രിക ഓട്ടോ ഇറങ്ങി ഓടിപ്പോവാണ് സ്കൂളിലേക്ക്. അപ്പോൾ സ്കൂളിൽ ഒന്നും സംഭവിച്ചിട്ട് കാണുന്നില്ല. അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് ഞാൻ വരുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.